ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മുരിങ്ങ താളിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതുപോലെ ഗർഭിണികളായിരിക്കുമ്പോൾ ഈ മസാലൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പിന്നെ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ്. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടില്ലേ, ഇനി ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. ഇനി അതിലേക്ക് ഇടേണ്ടത് ചുമന്നുള്ളിയാണ്. ചിലർ വെളുത്തുള്ളി ഉപയോഗിക്കും, പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളി പറ്റാത്തവരുണ്ടാവുമല്ലോ, ഞാനിവിടെ ചുമന്നുള്ളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു 4 മീഡിയം സൈസിലുള്ള ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഉള്ളി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഒന്നുകിൽ ചുമന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊരു 2 3 പിന്നെ കഷ്ണിച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചമുളക് 2 3 എരിവിനനുസരിച്ചിട്ടോ. ഞാനിവിടെ എൻ്റെ മക്കൾക്ക് എരിവ് പറ്റാത്തത് കൊണ്ട് ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ. ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് മൂക്കണമെന്നില്ല, ഇത് കഞ്ഞിവെള്ളത്തിൽ കിടന്ന് വേവും. ഇനി നമുക്ക് ചോറ് വെച്ച് ഊറ്റിയ കഞ്ഞിവെള്ളം ഉണ്ട്. അത് മട്ടാരിയുടെ ആണെങ്കിലും നമ്മൾ ഏത് അരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. ഈ ഊറ്റി വെച്ച കഞ്ഞിവെള്ളം, അധികം കൊഴുപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കൂടുതൽ കറി വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇല എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കപ്പിന് ഒരു 2.5 കപ്പ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി തീ കൂട്ടി വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം. കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിച്ചിരി മുന്നിൽ നിർത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കാരണം നമ്മൾ ഇല ഇടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഇലമക്കും കൂടെ ഉള്ള ഉപ്പ് ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് വേണ്ടത് നമ്മളെ മുരിങ്ങയാണ്. കുറച്ച് മുരിങ്ങയേ ഉള്ളൂ, ഇങ്ങനെ പിടിച്ച ഒരു പിടിയേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് പിന്നെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കത് തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഇല ഇടാൻ പോവുകയാണ്. നന്നായിട്ട് ഇതിലെ പഴുത്ത ഇലയൊക്കെ കാണും. ഈ പഴുത്ത ഇലയൊക്കെ നുള്ളി മാറ്റി, അതുപോലെ പുഴു ഓട്ട കുത്തിയ ഇലകൾ അങ്ങനെയൊക്കെ കാണും, പ്രാണികളുണ്ടാകും. അതൊക്കെ നല്ലോണം കുടഞ്ഞ് വൃത്തിയാക്കി ഊരിയെടുത്ത ഇലയാണ്. എന്നിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും കഴുകി എടുത്ത് ഊറ്റി പിഴിഞ്ഞെടുക്കുക. മുരിങ്ങക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നല്ലോണം ഒന്ന് കിടന്ന് തിളച്ചാൽ മതിയാവും. ഈ റമദാൻ അത്താഴത്തിന് എണീക്കുമ്പോഴേ പിന്നെ മസാല ഇട്ട കറി പലർക്കും ഇഷ്ടമുണ്ടാവില്ല, ചോറ് കഴിക്കുന്നവർക്ക് കേട്ടോ. കൂടുതൽ പേരും ചായയും കടിയും ഒക്കെയാണ് കഴിക്കാറുള്ളത്, പക്ഷേ പലരും ചോറ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോഴേക്ക് ഏറ്റവും നല്ലൊരു കറിയാണ് തേങ്ങ അരച്ചത്. അതുപോലെ മസാല കുത്ത് ഒന്നും പറ്റാത്തവർ ഇങ്ങനെ താളിച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേ നമ്മളെ മുരിങ്ങ ഏകദേശം വെന്ത് വന്നു. ഇതിനധികം വേവില്ല. കൂടുതൽ ഇത് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ നിറം മാറി ടേസ്റ്റും മാറും. അപ്പോൾ ഇപ്പോൾ ഇതൊരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇതാണ് നമ്മളെ മുരിങ്ങാക്കറി കേട്ടോ. ഇതിൽ നമ്മൾ ചില കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം തൊണ്ടയിലൊക്കെ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. പല്ലൊന്നും വരാത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഒരു കറി മാത്രം ഉറ്റിച്ചിട്ട് നമ്മളിപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കണ്ട് ചോറ് കൊടുക്കുന്ന 1 വയസ്സൊക്കെ ആയ കുട്ടികളുണ്ടല്ലോ, 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് കൊടുത്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ചോറ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ഈ ചരങ്ങ ഉണ്ടല്ലോ, ഇവിടെ ചരങ്ങ എന്നാ പറയുക, ചൊരക്ക അങ്ങനെ എന്തോ പേര്, ഇതുപോലെ ചെയ്യാറുണ്ട്. അത് ഉപ്പിട്ട് വെച്ച് കഷ്ണിച്ച് ഉപ്പിട്ട് വെച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കും. അതുകൊണ്ട് ഉപ്പിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് പച്ചമുളകൊക്കെ ഇട്ട്
കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഈ വേവിച്ച് വെച്ച ചിരങ്ങെടുത്ത് അതിലോട്ട് ഒഴിക്കും. അതും ഇതുപോലെ ഒരു താളിപ്പ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനിയും ഞാൻ നല്ല വീഡിയോസ് ആയിട്ട് വരും. ഓക്കെ, താങ്ക്